എരിവ്. ജീവിതത്തെക്കുറിച്ച് ഇനി അധികം പ്രതീക്ഷയില്ലാതെയുള്ള കാലത്ത് ഒറ്റയ്ക്ക് കഴിയേണ്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇനി അധിക കാലമില്ലെന്ന് ഡോക്ടർമാർ പറയാതെ പറയുന്നുണ്ട്. മരിക്കാൻ വേണ്ട പ്രായമായിട്ടില്ല. ബന്ധുക്കളെ ആരെയെങ്കിലും കൂട്ടി വേണം ഹോസ്പിറ്റലിൽ വരേണ്ടതെന്ന് ഡോക്ടർ ശാസിക്കുന്നുണ്ട്. ഒപ്പം നിൽക്കേണ്ടിയിരുന്നവരുമായി പിണക്കത്തിലാണ്. ഇനി ഒരിക്കലും അടുപ്പമുണ്ടാകാൻ കഴിയാത്ത വിധം അവർ അകന്നുപോയിരിക്കുന്നു. സഹായിക്കേണ്ടവരെ ഒന്നും ആവുന്ന കാലത്ത് ചില്ലിക്കാശിന് സഹായിച്ചിട്ടില്ല. അതിനെല്ലാം ന്യായങ്ങൾ കണ്ടെത്തുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു. ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ തക്ക ത്രാണിയോ പിടിപ്പോ ആത്മവിശ്വാസമോ ഇപ്പോഴൊട്ടില്ല താനും. അങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി. അതിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. രാവിലെ ഒരു സ്ത്രീയൊന്നൊന്നും വിളിക്കണ്ട, മുതുക്കിത്തള്ളയാണ്, വന്നു പോകും. കണ്ണൊന്ന് തെറ്റിയാൽ സാധനങ്ങൾ അപ്രത്യക്ഷയാക്കുന്ന മാജിക്കുകാരിയാണ് അവർ. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും. വീട്ടുജോലിക്കൊന്നും ആളെ കിട്ടാനില്ല. ഫ്ലാറ്റുകളിലേക്ക് പോകാനാണ് അവർക്ക് താല്പര്യം. സമയം പറഞ്ഞ് പൈസ വാങ്ങാം. പഴയൊരു വീടിനെ ഇതുപോലെ തട്ടി ഒരുക്കി ഒടുക്കുകയൊന്നും വേണ്ട. തള്ള വന്ന് അകവും മുറ്റവും ഒന്ന് തൂത്തെന്ന് വരുത്തും. അടുക്കളയിൽ ചോറും എന്തെങ്കിലും 2 കൂട്ടാനും വയ്ക്കും. അതിനിടയിൽ 100 വട്ടം ആരെയൊക്കെയോ പ്രാകും. തന്നെത്താനെ വർത്തമാനം പറയും. ചുമരിൽ ചാരി നിന്ന് ശ്വാസമെടുക്കും. അവരോട് മറുത്തൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇട്ടെറിഞ്ഞു പോയാൽ മറ്റൊരാളെ കണ്ടെത്തുക വിഷമമാണ്. പിന്നെ വരുന്നത് ഓട്ടോക്കാരനാണ്. ചെറുപ്പമാണ്, രസികനാണ്. പൈസയുടെ കാര്യത്തിൽ രസികത്വം തോന്നില്ല. ചിരിച്ചുകൊണ്ട് കറുത്തിറക്കുന്ന പിശാചാണ്. ആശുപത്രിയിൽ ഈയിടെയായി ഒപ്പം വരുന്നത് അവനാണ്. ഫോണിൽ വിളിച്ചാൽ ഉടനെ എത്തും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കും. എല്ലാത്തിനും റേറ്റുണ്ട്. നിന്ന് തിരിയാൻ അവന് സമയമില്ല. കുടുംബസ്നേഹിയാണ്. ഭാര്യ, മക്കൾ, അവരെ വിട്ടൊരു കളിയില്ല. മരിച്ചാൽ വിളിച്ചു പറയേണ്ട ആൾക്കാരുടെ പേരെല്ലാം അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും വന്നില്ലെങ്കിൽ ചടങ്ങുകൾ അവൻ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിലെന്ത്. 2 ദിവസമായി അവനെയും 3 നാളായി തള്ളയെയും കാണാനില്ല. അവൻ്റെ അമ്മായിയപ്പന് അസുഖമില്ലെന്നും സീരിയസായി ആശുപത്രിയിലാണെന്നും പറഞ്ഞിരുന്നു. തട്ടിപ്പോയിരിക്കാനാണ് വഴി. ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. എന്താ കാര്യമെന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ പോലും ഇല്ലാത്തവൻ. തള്ള വരാത്തതിനാൽ 3 ദിവസമായി അടുക്കള പുകഞ്ഞിട്ടില്ല. വലിഞ്ഞും ഇഴഞ്ഞും അടുപ്പ് കത്തിച്ച് ചായയോ കട്ടനോ ചേർത്തെടുക്കും. അതിനെ അറിയൂ. പഴഞ്ചോറിൽ വെള്ളം ചൂടാക്കി ഒഴിച്ച് കഞ്ഞി പോലാക്കി കുടിച്ചു. ഇന്നലെ രാത്രി മുതൽ അടുക്കള ശൂന്യമാണ്. കഠിനമായി വിശക്കുന്നുണ്ട്. ഇന്നിനി തള്ള വരുമെന്നും തോന്നുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന പഴഞ്ചനൊരു ഘടികാരമാണ് അത് നിലച്ചോ എന്തോ. പകലും രാത്രിയും ഒരുപോലെ വിരസമാണ്. വിശേഷിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്തെ മാവിൽ നിന്നും അണ്ണാൻ ചിലയ്ക്കുന്നത് കേൾക്കുന്നത്. അത് ആ മാവിനെക്കുറിച്ച് ആലോചിക്കാനുള്ള കാരണമാകുന്നുവെന്ന് മാത്രം. പാലക്കാട്ടാണ് ജോലി ചെയ്യുന്നത്. ചെറുപ്പത്തിൻ്റെ ലാഘവത്വമുണ്ട്. വൈകിട്ട് നഗരത്തിൽ അലഞ്ഞു നടക്കും. ഓഫീസിലെ പ്യൂൺ ഹംസയാണ് സഹായത്തിനുള്ളത്. റിട്ടയർ ചെയ്യാറായ മനുഷ്യനാണ്. വീടിനെപ്പറ്റി എപ്പോഴും ആധിയാണ്. കല്യാണം കഴിച്ചതൊക്കെ വൈകിയാണ്. പെങ്ങന്മാരെ പറ്റിയുള്ള ആകുലത കാരണം വൈകിപ്പോയതാണ്. വീട്ടിൽ ചെന്നാൽ ഹംസ സൽക്കരിച്ചേ വിടും. അവിടെ നിന്നും കഴിച്ച മാമ്പഴത്തിന് നല്ല രുചിയായിരുന്നു എന്ന്
പറഞ്ഞതാണ്. മാങ്ങായണ്ടി കവറിൽ മുളപ്പിക്കാനും അതിനെ വേര് പിടിപ്പിച്ചെടുക്കാനും ഹംസയെ പ്രേരിപ്പിച്ചത്. പാലക്കാട്ട് നിന്നും മാറ്റം കിട്ടിയ ദിവസം ഹംസ മാവിൻ തയ്യും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നീടാകട്ടെ എന്നൊക്കെ പലതവണ മാറ്റിവെച്ചതാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ കൊണ്ടുപോകാനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനിൽ തിരക്കോട് തിരക്ക്, റിസർവേഷനുമില്ല. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി. കുട്ടിക്ക് അസുഖമാണ്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന അനുവാദം ചോദിച്ച് ഹംസ ആൾക്കൂട്ടത്തിൽ ചേർന്നു. ആ തക്കത്തിന് മാവിൻ തയ്യെ സ്റ്റേഷനിലെ ഇരിപ്പിടത്തിനടിയിൽ തള്ളിവെച്ചു. സാറേ, ഇതിനെ മറന്നോ എന്ന് പരിഭവിച്ച് ഹംസദ കമ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു. വയ്യാത്ത കുട്ടിയെയും കൂട്ടി യാത്രയാക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആ നശിച്ചവൻ. ആ മാവാണ് മുറ്റത്ത് തണലിട്ട് നിൽക്കുന്നത്. പട്ടുപോണോ ജീവൻ വയ്ക്കണോ എന്നാലോചിച്ച് മാവിന് ചുവട്ടിൽ നിൽക്കുന്ന പിച്ചിച്ചെടിയിലേക്ക് പടരാൻ തുടങ്ങുമ്പോഴാണ് മോഹനൻ പ്രത്യക്ഷപ്പെട്ടത്. അത് നന്നായി. ഇല്ലെങ്കിൽ ആ പിച്ചി മനസ്സിനെ പിച്ചി അലങ്കോലമാക്കിയനെ. 3-4 പ്രാവശ്യം കണ്ടാലും ആളുകളെ മറന്നു പോകുന്ന ശീലമാണ്. പണ്ടേ അങ്ങനെയാണ്, മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല. ചിലതൊന്നും ഉള്ളിലേക്ക് കയറില്ല. മോഹനെ കണ്ട മാത്രയിൽ തിരിച്ചറിയാൻ പറ്റി. മെലിഞ്ഞ രൂപം തന്നെ, താടിരോമങ്ങൾ നീണ്ട് നരച്ചിട്ടുണ്ട്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന തലമുടിയിൽ എണ്ണയുടെ പടർപ്പുണ്ട്. മോഹനൻ മുറ്റത്ത് നിന്ന് ചിരിച്ചു. മോഹന, കയറി വാ. അത് കേട്ട് മോഹന് അതിശയം തോന്നുന്നുണ്ട്. തന്നെ എത്രയോ വർഷത്തിന് ശേഷവും തിരിച്ചറിഞ്ഞതിലുള്ള സന്തോഷത്തിൽ രാമേന്ദ്ര എന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. ഇങ്ങനിരിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം. മോഹനൻ കാലുകൾ പടിക്കെട്ടിലേക്ക് താഴ്ത്തിയിട്ട് തൂണും ചാരി നിലത്തിരുന്നു. മോഹന് ധൃതിയുണ്ടെന്ന് തോന്നുന്നു. അതിനാലാണ് വന്ന പാടെ അവൻ കുന്നുംപുറം സ്കൂളിലേക്ക് പോയത്. ഞാനും സഞ്ചിയും തൂക്കി ഒപ്പം പോയി. അവൻ്റെ വീട്ടിന് മുന്നിലെ ഇടവഴിയിലൂടെയാണ് സ്കൂൾ യാത്ര. അവർക്ക് തേങ്ങയാട്ടുന്ന ചക്കുണ്ട്. കൊപ്ര മോഹനൻ എന്ന് ഞങ്ങൾ ഇടം പേരിട്ട് വിളിക്കും. അവന് പരാതിയില്ല. തേങ്ങ പൊട്ടിക്കുന്ന ദിവസം കുട്ടികൾക്ക് കുടിക്കാനായി തേങ്ങാവെള്ളം വഴിവക്കിൽ വച്ചിരിക്കും. പഴകിയ തേങ്ങ പൊട്ടിക്കുമ്പോഴുള്ള വെളുത്ത നൊങ്ക് ക്ലാസ്സിലൊപ്പം പഠിക്കുന്നവർക്ക് മോഹൻ തരും. എന്തൊരു രുചിയാണ് അതിന്. ചക്ക് പറമ്പിലാണ് മോഹൻ താമസിക്കുന്നത്. തിരിച്ചറിയാൻ പാകത്തിന് ആളുകൾ ഇട്ട പേരാണ്. കാളയാണ് ചക്ക് വലിക്കുന്നത്. പിന്നാലെ അവൻ്റെ അപ്പം നടക്കും, അല്ലെങ്കിൽ അമ്മ. മുറ്റത്ത് വെയിലത്ത് തേങ്ങ ഉണങ്ങാൻ കിടക്കും. കാക്കകളെ ഓടിക്കാൻ മുക്കാലിയിൽ കാക്കാത്തൂവൽ കെട്ടിയിടും. കവണയിൽ കല്ല് കോർത്ത് കാക്കയ്ക്ക് നേരെ അവൻ ഉന്നം പിടിക്കും. മോഹൻ അടുത്തു വരുമ്പോൾ കൊപ്രായുടെ മണം വരും. തേങ്ങാപ്പുരയിലാണ് അവൻ്റെ കിടപ്പ്. നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിൽ എണ്ണ കിനിഞ്ഞെറ്റി നിൽക്കും. പേര് പോലെ കുന്നുംപുറത്താണ് സ്കൂൾ. ചുറ്റും മരങ്ങളാണ്. പിന്നിലായി വിശാലമായ മൈതാനമുണ്ട്. അവിടെ മോഹനൻ ഫുട്ബോൾ കളിക്കും. ഞങ്ങൾ കിളി കളിക്കും. വീഴ്ചയൊന്നുമില്ലാത്ത കളിയാണത്. ഫുട്ബോൾ ആണെങ്കിൽ കാലും കൈയും മുറി. കട്ടൻ തറയാണ്. കുറുപ്പ് സാറാണ് PT സാറ്. കളിക്കാൻ ചെല്ലാതെ ക്ലാസ്സിലിരുന്നാൽ ചൂരൽ കാട്ടി വിരട്ടും. എനിക്ക് PT പീരീഡിൽ കളിക്കാൻ പോകാൻ ഇഷ്ടമല്ല. PT ദിവസം ചോറ് പൊതി മോഷണം പോകും. വൈകിട്ട് വരെ വിശന്നിരിക്കണം. ചോറിനുള്ളിൽ ചുരണ്ടിയ തേങ്ങ മീതെ വിതറി പൊരിച്ചെടുത്ത മുട്ടയുണ്ടാവും. പൊതി തുറന്നാൽ അടുത്തിരിക്കുന്ന കൊതിയന്മാർ മുട്ട പകുതിയും കൊണ്ടുപോകും. അതിനാൽ മുട്ട ചോറിനകത്ത് ഒളിപ്പിച്ചാണ് വയ്ക്കുന്നത്. അമ്മയോട് പറഞ്ഞത് ഞാനത് ചെയ്യിക്കുന്നതാണ്. മുരുകൻ ഓടി ആച്ചു വന്ന് പറഞ്ഞു, നീ ആരോടും പറയല്ലേ, നിന്റെ ചോറ് മോഷ്ടിക്കണത് നമ്മുടെ കൊപ്ര മോഹനാണ്. അവൻ പൈപ്പിൽ നിന്ന് കൈ കഴുകണത് കണ്ടു. എന്നെ കണ്ടതും അവൻ മൈതാനത്തേക്ക് ഓടിയിട്ടുണ്ട്. മോഹനൻ ഒന്നും അറിയാത്ത പോലെ കബഡി കളിക്കുകയാണ്. അവൻ എതിർ ടീമിൻ്റെ കോർട്ടിൽ റൈഡിലാണ്.
അവൻ്റെ ശ്രദ്ധ പാളിയെന്ന ഉറപ്പാണ്. അവനെ എതിർ ടീം കാലയിൽ തൂക്കി തറയിലിട്ടു. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. നല്ല ആരോഗ്യമാണ് മോഹന്. 4-5 ആൾ പിടിച്ചാലും അവൻ അവരെയും കൊണ്ട് വരയിൽ തൊടും. മണ്ണും തട്ടി അവൻ കോർട്ടിന് പുറത്തു വന്നു. ഇടം കണ്ണിട്ട് എൻ്റെ നേരെ നോക്കുന്നുണ്ട്. അവനെ അടുത്തു വിളിച്ചു. അനുസരണയുള്ള പട്ടിയെപ്പോലെ വാലാട്ടി ഒപ്പം കൂടി. എന്നെക്കാൾ ഇരട്ടി ഉയരമുണ്ട് അവന്. മോഹനൻ ആണയിട്ടു. എൻ്റെ അമ്മച്ചിയാണ്, അപ്പനാണ്, പൂലന്തറ ദേവിയാണ്, ഞാൻ എടുത്തിട്ടില്ല. ആരോ നുണ പറഞ്ഞതാടാ രാമേന്ദ്ര. ഞാനിവിടെ കബഡി കളിക്കുകയല്ലേ, പിന്നെങ്ങനെ ഞാൻ എടുക്കും? അവൻ്റെ കൈ പിടിച്ച് മണത്ത് നോക്കി. അത് മോഹനൻ പ്രതീക്ഷിച്ചില്ല. മണമൊന്നും കിട്ടിയില്ല. ചെമ്മണ്ണിൻ്റെ മണമേ ഉള്ളൂ. പക്ഷേ മോഹനൻ പതറിയതുപോലെ തോന്നി. അവൻ്റെ മുഖം ഒന്നുകൂടി കരുവാളിച്ചു പോയി. സ്കൂള് വിട്ടു പോകാൻ നേരം മോഹന് പേടി തട്ടി. വിശപ്പ് പോലെ വെയിൽ ഇടവഴിയിൽ അന്നേരം പതുങ്ങിക്കിടപ്പുണ്ട്. അവൻ പിന്നാലെ കൂടി. ഞാൻ എടുത്തിട്ടില്ലേ, ഞാൻ അറിഞ്ഞതല്ലേ. നിന്റെ വീട്ടിൽ പറയുമെന്ന ഭീഷണിയിൽ മോഹൻ പകച്ചുപോയി. അതവൻ ആലോചിക്കാൻ കൂടി വയ്യ. അവൻ മുമ്പേ ഓടി വീട്ടിലേക്ക് കയറുന്ന വേലിക്കൽ കുറുകെ നിന്ന് തടസ്സം വെച്ചു. കിളി കളിക്കുന്നതും ഇങ്ങനാണ്. എതിർ ടീമിനുള്ളവനെ കടത്തിവിടില്ല. മോഹനോട് മത്സരിച്ചാൽ തോറ്റുപോവുകയുള്ളൂ. അന്നേരം അവൻ്റെ അപ്പൻ കാളയും തെളിച്ച് വരുന്നുണ്ട്. വേച്ചാണ് വരുന്നത്. അവശതയുണ്ട്. വാശിയിൽ കുതിച്ചപ്പനടുത്ത് പോയി കാര്യം നിമിഷം കൊണ്ട് ബോധിപ്പിച്ചു. അത്തരമൊരു നീക്കം അവൻ തീർത്തും പ്രതീക്ഷിച്ചതല്ല. മോഹനൻ തൻ്റെ ഭാഗം പറയാനായി ഓടി അണങ്ങിയതാണ്. കാളയടിക്കുന്ന മുട്ടൻ പേരക്കമ്പ് ഇടം വലം നോക്കാതെ ഒറ്റ വീശലാണ്. അത്രയേ ഉള്ളൂ അന്നത്തെ കാഴ്ച. ഇപ്പോഴാണ് തെളിച്ചമുള്ള കാഴ്ച. അപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന മോഹനൻ്റെ നിസ്സഹായമായ നോട്ടം, അലർച്ചയോടുള്ള അപ്പൻ്റെ ആയൽ, പേരക്കമ്പിൻ്റെ മൂളൽ, മോഹനൻ്റെ പിടഞ്ഞുള്ള വീഴ്ച, ദീനമായ കരച്ചിൽ. കാള പേടിച്ചു വിരണ്ട് മറ്റൊരു പറമ്പിലേക്ക് കുതിച്ചത്, പെങ്ങന്മാരുടെ പരിഭ്രമിച്ചുള്ള നിൽപ്പ്. പിറ്റെന്ന് പതിവ് പോലെ മോഹനൻ ഞങ്ങളോടൊപ്പം സ്കൂളിലേക്ക് വന്നത്, പിന്നെ വരാതായത്, അപ്പൻ മരിച്ചത്, ചക്കുപറമ്പിൽ നിന്നും താമസം മാറി മോഹനും കുടുംബവും മറ്റെങ്ങോ പോയത്. ചക്കു മാത്രം വെയിലും മഴയും കൊണ്ട് അവിടെ പിന്നെയും കിടന്നത്. പിന്നെ മോഹനെ കാണാൻ ഇളങ്കുളത്ത് എത്തേണ്ടി വന്നു. ഡിപ്പാർട്ട്മെൻറ്റ് പണിഷ്മെൻറ്റിൽ അങ്ങോട്ട് വിട്ടതാണ്. എവിടെ ആണേലും പൈസ ഉണ്ടാക്കുന്നവന് ചാകര തന്നെ. ഇടം ഇറങ്ങി നിന്നാൽ മതി. യാത്രയാണ് പ്രയാസം. ഇരുന്നിരുന്ന് ചന്തി കീറും. താമസത്തിന് ടൗണിലെത്തണം. നാട്ടിൽ പോകാനുള്ള ദിവസം ആപ്പീസിന് പരിസരത്ത് ആളുകളെ കാണുമ്പോഴേ എങ്ങു നിന്നില്ലാത്ത ദേഷ്യം വരും. അങ്ങനെ ഒരു ദിവസം മോഹനും വന്നു. ആളെ കണ്ടിട്ട് അറിഞ്ഞില്ല. മോഹനൻ ഇങ്ങോട്ട് പരിചയം പുതുക്കി. വലിയ സൗഹൃദമൊന്നും കാണിക്കാൻ പോയില്ല. മോന് സ്കോളർഷിപ്പിന് ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും വേണം. പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതിൻ്റെയും അമ്മയുടെ മരണത്തിൻ്റെയും പ്രേമിച്ച് വിവാഹം കഴിച്ചതിൻ്റെയും പഠിക്കാൻ മിടുക്കനായ മകൻ്റെയും കാര്യം പറഞ്ഞ് ബസ് സ്റ്റോപ്പ് വരെ വന്നു. ഇപ്പോൾ മരപ്പണിയാണ്. മോൻ എന്നെപ്പോലല്ല, അവൻ രക്ഷപ്പെടും. മോഹനൻ പിന്നെയും എന്തൊക്കെയോ വളവളാ വിളമ്പി. വെറുതെ മൂളിക്കൊടുത്തു. വെയിലപ്പോൾ കാൽപാദത്തോളം താഴ്ന്നിരുന്നു. ബസ് കയറ്റം കയറി വരുന്നുണ്ട്. തിരിച്ച് ആപ്പീസിലെത്തുമ്പോഴാണ് മോഹനൻ വഴക്കുണ്ടാക്കി പോയതറിഞ്ഞത്. നാട്ടിൽ പോയാൽ 2-3 ദിവസം കഴിഞ്ഞേ വരാറുള്ളൂ. സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെന്നാണ് പരാതി. മോഹനൻ ഇരച്ചു തുണിച്ച് ഓഫീസിൽ കയറി വന്നു. എതിരെ കസേരയിലിരുന്നു. ആകെ ക്ഷുഭിതനാണ്. ഇവിടെയുള്ളവനൊക്കെ കൈക്കൂലി പാവികളാണ്. പൈസ കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല രാമേന്ദ്ര. എണീക്കടാ. മോഹനൻ ഞെട്ടി എഴുന്നേറ്റു. വേണമല്ലോ, ഇങ്ങനെ എത്ര എണ്ണത്തിനെ വിറപ്പിച്ചിട്ടുള്ളത്.
അധികാരമല്ലേ കൈയിരിക്കുന്നത്. നിന്നോട് ഇവിടെ ഇരിക്കാൻ ആരാ പറഞ്ഞു? സർട്ടിഫിക്കറ്റ് ആയ വാങ്ങിപ്പൊയ്ക്കോണം. ആരെയും ഇവിടെ നീ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കില്ല, കേട്ടല്ലോ. മോഹനൻ കൈകൂപ്പുന്നു, വിനയപൂർവ്വം തലകുലുക്കുന്നു, പുറത്തേക്കിറങ്ങുന്ന വഴി തിരിഞ്ഞ് ദയനീയമായി നോക്കിയത് അന്നത്തെ കാഴ്ചയിലില്ല. നീ എങ്ങനെ വീട് കണ്ടെത്തിയെന്ന് മോഹനോട് ചോദിക്കേണ്ടതുണ്ട്. കഷ്ടപ്പെട്ട് രാമേന്ദ്ര നിൻ്റെ വീട് കണ്ടുപിടിക്കാൻ. നാട്ടിൽ തിരക്കി, ആർക്കും പിടിയില്ല എവിടെ താമസമൊന്നും. നിൻ്റെ പെങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ എല്ലാ മാസവും വരാറുണ്ടേ പൂജപ്പുരയിൽ. ആരാ അവിടെ താമസം? മോൻ. 2 വർഷമായി അവൻ ജില്ലാ ജയിലിലുണ്ട്. വിധിയാ രാമേന്ദ്ര, അല്ലാതെന്ത്. മോൻ്റെ കാര്യം എവിടം തൊട്ട് പറയണമെന്നുള്ളത് മോഹനെ അലട്ടാറുള്ള കാര്യമാണ്. കുട്ടിക്കാലം തൊട്ട് പറയണോ? സ്കൂളിലെത്തിയ കാര്യം പറയണോ? സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള കാര്യം പറയണോ? 10-15 വർഷമായി അതനുഭവിക്കുന്നുണ്ട്. രാമേന്ദ്രനോട് അവൻ്റെ വിവാഹം തൊട്ടുള്ള കാര്യം പറയാമെന്ന് മോഹനൻ തീർച്ചയാക്കി. നീട്ടിപ്പറഞ്ഞിട്ട് എന്തിനാണ്? പണിക്ക് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ ഉമ്മറത്ത് ഒരു പെൺകൊച്ചിരിപ്പുണ്ട്. വെളുത്ത് ചന്തത്തിലുള്ള കുട്ടി. ഭാര്യയും 4-5 അയൽക്കാരി പെണ്ണുങ്ങളും താടിക്ക് കയ്യും കൊടുത്ത് മുറ്റത്ത് നിൽപ്പുണ്ട്. കൊച്ച് വളച്ചു കെട്ടില്ലാതെ കാര്യം പറഞ്ഞു. ഞാനും വളച്ചു കെട്ടിയില്ല. അവൻ അന്തിക്ക് വീട്ടിൽ വന്ന് കയറും വരെയും അവളെ ഗുണദോഷിച്ചു. തേക്കാത്ത മൺചുമരും വിറക് കത്തിക്കുന്ന അടുക്കളയും കാട്ടിക്കൊടുത്തു. ഭാവിയുള്ളൊരു കൊച്ചാണ്. അവനൊപ്പം ഇറങ്ങിത്തിരിച്ച് ജീവിതം പോക്കരുത്, വീട്ടുകാരെ വിഷമിപ്പിക്കരുത്. എനിക്കും പെങ്കച്ചുള്ളതുകൊണ്ട് പറയുവാണ്. അവൻ വന്നു കയറിയപ്പോഴും ഗുണദോഷിച്ചു. രണ്ടിനും കുലുക്കമില്ല. ഇവിടെ നിന്നാൽ ഇനി അപകടമാവെന്നും പറഞ്ഞ് ധൃതി കൂട്ടി. ഉണ്ടായിരുന്ന കുറച്ച് പൈസ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പിന്നെ വിവരമൊന്നുമില്ല. അങ്ങോട്ട് തിരക്കി പോകാനും പോയില്ല. 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ അവ ഒറ്റയ്ക്ക് കയറി വന്നു. മഴ നനഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തല തുവർത്തി കൊടുത്തു. ഞാനൊന്നും ചോദിച്ചില്ല. അവൻ പറഞ്ഞതുമില്ല. എല്ലാം അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. പിന്നെ എന്നോടൊപ്പം മരപ്പണിക്ക് കൂടി. നല്ല പണിക്കാരനായി. അങ്ങനെയെങ്കിൽ അങ്ങനെ അവന് പറ്റിയ പെണ്ണിനെയും ഒപ്പം ചേർത്ത് കൊടുത്തു. വീട്ടിൽ പതിയെ സന്തോഷമൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് അത് കെടുത്താനായിട്ടൊരു മോഷണ കേസ് വരുന്നത്. മാല പിടിച്ചു പറിച്ചു എന്നാണ് കേസ്. അവൻ ആ ഭാഗത്ത് പോയിട്ടേയില്ലെന്ന് ആണയിട്ടിട്ടും തെളിവുണ്ടെന്നും പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി. ഇവനോടുള്ള ദേഷ്യത്തിന് പഴയ പെണ്ണിൻ്റെ വീട്ടുകാരൊപ്പിച്ച പണിയാണ്. അവർ നല്ല പിടിപാടുള്ളവരാ രാമേന്ദ്ര. ജയിലിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ പുതിയ കേസും കൂട്ടും വരും. അതിപ്പോഴേതാണ്ടൊരു ശീലമായി. 2 വർഷമായിട്ട് പൂജപ്പുരയിലുണ്ട്. മോഹനൻ ദീർഘനിശ്വാസമെടുത്തു. തറയിൽ കൈകൊണ്ടെന്തോ ചിത്രം വരച്ചു. ജയിലഴി പോലെന്തോ അത് തോന്നിച്ചു. തോളിലെ തോർത്തെടുത്ത് മുഖം തുടച്ച് മോഹനൻ ഉന്മേഷം വരുത്തി. ഇപ്പോഴായപ്പോൾ അവൻ പറയണത് മാത്രമാണോ ശരിയെന്നൊന്നും പറയാൻ കഴിയണില്ല രാമേന്ദ്ര. പോലീസുകാരുടെ വർത്തമാനം കേട്ടാൽ അവരാ ശരിയെന്ന് തോന്നും. അവനിനി പഠിച്ച കള്ളനാകാനും മതി. മനസ്സിലാക്കാനുള്ള ത്രാണി എനിക്കില്ല. കുത്തി ചോദിച്ചാൽ അവൻ പറയും എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. വെള്ളായിയപ്പൻ്റെ കഥയുണ്ട് രാമേന്ദ്ര. ചെറുമോളിപ്പം 10ാം ക്ലാസ്സിലാണ്. അവൻ്റെ മോളെ കൊച്ചിൻ്റെ പാഠത്തിലുള്ളതാണ്. ഞാനത് അവളെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കും. മകനെ തൂക്കിക്കൊല്ലണ ദിവസം വെള്ളായിയപ്പൻ കണ്ണൂർ ജയിലിൽ പോണതാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ. നീ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ വെള്ളായിയപ്പൻ്റെ മോൻ പറയും എനിക്കൊന്നും ഓർമ്മയില്ലാന്ന്. ആ കഥ കേട്ടാൽ എല്ലാ തവണയും കരച്ചിൽ വരും. മോഹനൻ ഒന്ന് ഏങ്ങിയതുപോലെ തോന്നി. അതോ ചുമച്ചതാണോ? തറയെ ഉരുമിയ കാറ്റ് അപ്പോഴേക്കും കടന്നു വന്നു. മരങ്ങൾ അതിനെ കൂസാക്കാതെ ഗൗരവത്തിൽ നിന്നു. വക്കീലിനെ ഒന്നും കാണണ്ടെന്നാണ് അവൻ പറയണത്. എന്നെ പുറത്തിറക്കാനൊന്നും മെനക്കെടണ്ടപ്പ. കുറച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ജാമ്യം തരും. അത് മതി. വെറുതെ അപ്പൻ കയ്യിലുള്ള പൈസ കളയണ്ട. ചെയ്യാത്ത തെറ്റാന്നല്ലേ മോനെ നീ പറയണത്? ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലപ്പ. നമ്മുടെ കുടുംബത്തിലെ മറ്റാരോ ചെയ്ത പാവാണ്
ഞാനായിട്ട് അനുഭവിക്കണത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നെഞ്ച് പിടയ്ക്കും രാമേന്ദ്ര. നമ്മൾ എന്തോ തെറ്റ് ചെയ്തെന്ന് തോന്നും. ഓരോന്നും ചിക്കിയും ചികഞ്ഞും നോക്കും. ആകെ സംശയങ്ങളാണ്. കുറച്ച് ദിവസമായി ഉറക്കമില്ല. നിന്നെയും തിരക്കി ഇറങ്ങിയത് തന്നെ അതുകൊണ്ടാണ്. അടുത്തിരുന്ന സഞ്ജിയെ സഹായത്തിനെന്നോണം മോഹനൻ മുറുകെ പിടിച്ചു. പണിസാധനങ്ങൾ ഇട്ടുകൊണ്ടുപോകുന്ന തരത്തിലുള്ള മുഷിഞ്ഞ ഒന്നായിരുന്നു അത്. നിനക്കെന്നോട് ദേഷ്യം തോന്നരുത്, മോഹനൻ വിക്കി വിക്കി പറഞ്ഞു തുടങ്ങി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിൻ്റെ ചോറ് പൊതി മോഷണം പോയില്ലേ, അതെടുത്തത് ഞാനാണ്. അപ്പനന്ന് ആശുപത്രി കിടക്കണ സമയം. വീട്ടിലൊന്നും അടുപ്പത്ത് വയ്ക്കാറില്ല. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പുള്ള പ്രായമല്ലേ, നിയന്ത്രിക്കാൻ പറ്റിയില്ല രാമേന്ദ്ര. ഞാൻ അങ്ങനൊരു സംഭവം തന്നെ മറന്നുപോയല്ലോ എന്ന് മോഹനോട് പറയാം. നിഷ്കളങ്കത അഭിനയിക്കാം. നാട്യം നല്ലതല്ലേ. മോഹൻ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു. കാലിൽ പൊടുന്നനെ മുറുകെ പിടിച്ചു. ചൂടുള്ള കൈയാണ്, പൊള്ളും പോലെ തോന്നി. നിന്റെ നല്ല മനസ്സുകൊണ്ട് മറന്നതാ രാമേന്ദ്ര. വിശന്നിരുന്നതല്ലേ, ആരും മറക്കത്തില്ല. ഇനി ഇരിക്കുന്നില്ല രാമേന്ദ്ര, പോവാണ്. പാതിരാത്രിയെ വീടെത്തും. ബസ് പിടിക്കണം. ട്രെയിനിൽ കയറാനൊക്കെ പേടിയാണ്. കൊടിയ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടിയ പോലെ മോഹൻ എണീറ്റു. അവൻ്റെ മുഖത്ത് വെട്ടം വീണ പോലെ തോന്നി. എന്തോ കൂടി പറയാനോ ചെയ്യാനോ ബാക്കിയുണ്ട്. സഞ്ചിയിൽ നിന്നും 2 പൊതികൾ അവൻ പുറത്തെടുത്തു. പിള്ളാരുള്ള വീടാണോയെന്നറിയില്ലല്ലോ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ കയ്യിലൊരു പൊതി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഏത് വീട്ടിൽ പോയാലും ഞാനൊരു പൊതി കരുതും. ഇതൊരു കവർ മിച്ചറ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോറ് പൊതി എടുത്തു. 2ാമത്തെ പൊതി നീട്ടിക്കൊണ്ട് മോഹൻ പറഞ്ഞു, നിനക്കും ഒന്ന് കരുതി. കറികളൊന്നും അധികം ഉണ്ടാവില്ല. സഞ്ചിയിലിരുന്ന് വിയർത്ത ചോറ് പൊതി അവൻ നീട്ടി. എന്തേലും നല്ല വാക്കൊക്കെ മോഹനോട് പറയണമെന്ന് തോന്നി. ഒന്നും വന്നില്ല. നിന്റെ ചോറ് പൊതി ഒറ്റത്തവണയെ ഞാൻ എടുത്തിട്ടുള്ളൂ രാമേന്ദ്ര, ഒറ്റത്തവണ മാത്രം. തിരിഞ്ഞു നിന്ന് മോഹൻ ഒരിക്കൽ കൂടി പറഞ്ഞു. നേരത്തെ പറഞ്ഞതിൽ അവന് തൃപ്തി തോന്നിയിരുന്നില്ല. അകലെ നിന്നും മഴ ഇരമ്പി വരുന്നതിൻ്റെ ഒച്ച കേട്ടു. മോഹനോട് മഴ കഴിഞ്ഞ് പോകാമെന്ന് വിളിച്ചു പറഞ്ഞു. അവനത് കേട്ടിരിക്കില്ല. അവൻ മഴ നനയാതിരിക്കാനായി സഞ്ചി തലയ്ക്ക് മുകളിൽ ചേർത്ത് പിടിച്ചിരുന്നു. മഴ വന്ന പോലെ വിശപ്പും ഇരച്ചു വന്നു. ചോറുപൊതി അഴിച്ചു. വാഴയില വാട്ടിക്കെട്ടിയ ചോറുപൊതിയിൽ നിന്നും പരിചിതമായ ഗന്ധങ്ങൾ ഉയർന്നു വന്നു. പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചേർത്തരച്ച ചമ്മന്തി ഉരുളയാക്കി വച്ചിരിക്കുന്നു. ഒരറ്റത്ത് തൈരിൻ്റെ നനവുണ്ട്. 2 ഉരുള കഴിച്ചപ്പോൾ പൊരിച്ച മുട്ടയുടെ മഞ്ഞപ്പ് പൊന്തി വന്നു. തേങ്ങ വിതറി പൊരിച്ചെടുത്ത മുട്ടയാണ്. കണ്ണിൽ നിന്നും വെള്ളം പുറത്തു ചാടി. അടക്കാനേ ആകുന്നില്ല. മുളകൊന്നും കടിച്ചിട്ടില്ല. എന്നിട്ടും എന്താണ് ഉള്ളിൽ കിടന്ന് എരിയുന്നത്? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.